ട്രെയിനിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടൊരു കാഴ്ച. തിരക്ക് പിടിച്ചൊരു ട്രെയിനാണിത്. അതാ പൈസ പോയി ആ ട്രാക്കിലോട്ട് പോയി. റെയിൽവേ കാറ്ററിംഗ് തൊഴിലാളി ഭക്ഷണം കൊടുത്ത് പൈസ വാങ്ങുന്നതിനിടയിൽ പൈസ എന്ത് ചെയ്തു താഴെ പോയി, ആ ട്രാക്കിലോട്ട് വീണത്. അയാൾ ആ പൈസ എടുക്കാനുള്ള പരിപാടിയാണ്. ഞാൻ വിചാരിച്ചു ആ ട്രെയിൻ പോയി കഴിഞ്ഞിട്ട് അയാൾ ആ പൈസ എടുക്കുള്ളൂ. ആ ചെറിയ ഗ്യാപ്പിലൂടെ അയാൾ ഒരു കാലിട്ടാണ്ട് ആ പൈസ എടുക്കാനുള്ള പരിപാടിയാണ്. ഇല്ല, അയാൾക്ക് ആ പൈസ കിട്ടിയില്ല. അയാളെ കൂടെ ജോലി ചെയ്യുന്നവർ അപ്പുറത്തൊക്കെ ഉണ്ട്, പക്ഷെ അവരൊന്നും നോക്കുന്നില്ല ഇയാൾ എന്താ ചെയ്യുന്നത്. ഇതൊരു സാധാരണ സംഭവം എന്നുള്ള മട്ടിലാണ് അവർ. പക്ഷേ ചുറ്റും കൂടി നിൽക്കുന്ന യാത്രക്കാരത് വലിയ അത്ഭുതത്തോടെയാണ് കാണുന്നത്. സാധാരണ ട്രെയിൻ പോയി കഴിഞ്ഞിട്ടാണ് ട്രാക്കിൽ വീണ സാധനങ്ങൾ എടുക്കാറുള്ളത്. വെയിറ്റ് ചെയ്ത് അയാൾ എങ്ങനെയാണ് പൈസ എടുക്കുന്നത് കാണാം. സലാഡ് വേണം, സലാഡ്, ഫ്രൂട്ട് സലാഡ്, കോള ഐറ്റംസ്, മാംഗോ, ലൈം, മിരിൻഡ, ചോറ്, ബിരിയാണി, ഷപ്പാട്. ജ്യൂസ് ഐറ്റംസ്, ലേസ്, ബിങ്കോ, കുർക്കുറെ, കോള ഐറ്റംസ്. പൈസ വീണ് പോയ ആൾ വേറൊരുത്തനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അവരാ പൈസ എടുക്കാനുള്ള പരിപാടിയാണ്. ട്രാക്കിലോട്ട് ഇറങ്ങാനുള്ള പരിപാടിയെന്ന് തോന്നുന്നു. ഇല്ല, അവിടെ ഗ്യാപ്പില്ല, അവിടെ ചെരിഞ്ഞ് കിടന്നാണ്ട് ഇങ്ങനെ എത്തിച്ചെടുക്കുകയാണത്. കിട്ടിയിട്ടില്ല. കിട്ടിയോ? ഇല്ല, പിന്നെയും പോയി. കിട്ടി. അതാ കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അതൊരു ഇൻസ്പിറേഷൻ ആവും. അവർ ഇതുപോലെ ചെയ്യാൻ തുടങ്ങും. അത് കൈയും കാലും ജീവനൊക്കെ കളയും. നിങ്ങളിങ്ങനെയൊന്നും ചെയ്യരുത്. ട്രെയിന് പോയി കഴിഞ്ഞിട്ട് അതെടുക്കുക. ലോകത്തെ ഏറ്റവും കൂടുതൽ റെയിൽവേ ആക്സിഡൻറ്റുകളൊക്കെ നടക്കുന്ന ഒരു റെയിൽവേയാണ് ഇന്ത്യൻ റെയിൽവേ. നമ്മൾ സിമ്പിളെന്ന് തോന്നി ചെയ്യുന്ന കാര്യങ്ങളാണ് മരണത്തിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.